ഹലോ ഗായ്സ്, അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് നേരെ ഹോസ്പിറ്റലിലേക്ക് പോന്നു. തൃശ്ശൂർ ജില്ലയിൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലായിരുന്നു കേട്ടോ മോൾക്ക് ഡെലിവറിക്ക് വേണ്ടി ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. ഡോക്ടർ വിനീത വേണുഗോപാലിനെയാണ് ഞങ്ങൾ കൺസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഡോക്ടർ നല്ല തിരക്കുള്ള ഡോക്ടർ ആയതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പിന്നെ ഞങ്ങൾക്ക് അഡ്മിഷനും കൂടിയാണല്ലോ, അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ഞങ്ങൾ അഡ്മിഷൻ ആവുന്നതിന് മുമ്പായിട്ട് വെയിറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഉണ്ണിവാവ് ഇങ്ങനെ വയറ്റിൽ കിടന്ന് തുള്ളിച്ചാടാണ്. അവന് നാളെ പുറത്തേക്ക് വരികയാണല്ലോ, അതിൻ്റെ സന്തോഷം. അങ്ങനെ ഞങ്ങൾ അഡ്മിഷനായി. അങ്ങനെ മാളുവിനെ ലാബ് റൂമിലേക്ക് കയറ്റാണ്. ലാബ് റൂമിൽ കയറ്റാൻ മുമ്പുള്ള ചെക്കപ്പുകളൊക്കെ നടത്താണ്. അപ്പോൾ ഒപ്പം തന്നെ ഒരു 3-4 പെൺകുട്ടികളും കൂടിയും അവിടെ ഡെലിവറി ആയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര പേടിയും കരച്ചിലൊക്കെ ആയിട്ടാണ് അവരൊക്കെ. എല്ലാവർക്കും ഫസ്റ്റ് ഡെലിവറിയൊക്കെയാണ്. അങ്ങനെ എൻ്റെ മാളുവിനെ കൊണ്ടുപോയി. അങ്ങനെ ഞങ്ങൾക്കൊരു ഉണ്ണിവാവ് ജനിച്ചു. ഒരാണുണ്ണിയാണ് കേട്ടോ. അങ്ങനെ ഞാനൊരു അമ്മൂമ്മയായി. പിന്നെ അങ്ങനെ അമ്മൂമ്മയായിട്ട് നിൽക്കുന്നതാണത്. അങ്ങനെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ലാത്ത കാരണം ഉണ്ണിക്കും അമ്മയ്ക്കും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് 3-ാം പൊക്കം ഡിസ്ചാർജായി. നേരെ ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വരുമ്പോൾ ഉണ്ണീനെ കൊണ്ടുവരുമ്പോൾ മെഴുതിരിയൊക്കെ കത്തിച്ചിട്ടാണ് വീട്ടിലേക്ക് അവനെ വരവേറ്റത്. ഒരു പുതിയ വെളിച്ചം, അതായത് പുതിയ ലോകത്തിലേക്ക് അവൻ വന്നതിൻ്റെ വെളിച്ചമൊക്കെ അവന് കാണിച്ചു കൊടുത്തിട്ടാണ് അമ്മാമ്മ അവനകത്തേക്ക് കയറ്റിയിട്ട്. അങ്ങനെ ഞങ്ങൾ വന്ന് പ്രാർത്ഥിച്ച് കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ അടുത്ത വീഡിയോയിൽ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഞങ്ങൾ കാണിക്കുന്നതായിരിക്കും കേട്ടോ.